പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. മീനിന്റെ പേരെന്താ? ജെയിം. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുച്ചിക്കാട്. താറാവിന്റെ പേരെന്താ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. ജിറാഫിന്റെയോ? ജിവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുച്ചിക്കാട്. നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് ഞാൻ തോബിത്തിന്റെ കഥ പറഞ്ഞാലോ? തോബിത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തോബിത്ത് എന്നൊരു വ്യക്തി നിനവേ പട്ടണത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, അതുപോലെ തന്നെ അനാഥമായി കിടക്കുന്ന ശരീരങ്ങളെ അടക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളായിരുന്നു തോബിത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തോബിത്ത് വഴിയരികിൽ കിടന്ന ഒരു ശരീരത്തെ അടക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് ഒത്തിരി വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അശുദ്ധനായിരുന്നതുകൊണ്ടും വീടിന്റെ പുറത്തുള്ള മതിലിനോട് ചേർന്ന് അദ്ദേഹം അന്ന് വിശ്രമിച്ചു. മതിലിൽ വന്നിരുന്ന പക്ഷികൾ കാഷ്ടിച്ചപ്പോൾ ആ കാഷ്ടം തോബിത്തിന്റെ കണ്ണിൽ വീണു. അപ്പോൾ തോബിത്തിന് കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. കുറെ അധികം ചികിത്സിച്ചു, പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. തോബിത്തിന് കാഴ്ച തിരിച്ചു ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ തോബിത്തിന്റെ ഭാര്യയായ അന്ന മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോകുവാൻ ആരംഭിച്ചു. ഒരു ദിവസം തോബിത്തിന്റെ ഭാര്യയായ അന്നയ്ക്ക് താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്നും ഒരു ആട്ടിൻകുട്ടിയെ സമ്മാനമായി നൽകി. ഇത് അന്ന വീട്ടിൽ ചെന്ന് തോബിത്തിനോട് പറഞ്ഞു. അപ്പോൾ തോബിത്ത് അവളത് മോഷ്ടിച്ചതാണെന്നാണ് കരുതിയത്. അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ അന്നൊരു കലഹമുണ്ടായി. അത് തോബിത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചു. തോബിത്ത് തന്റെ കുടുംബത്തിനൊരു ബാധ്യതയായി തീരുകയാണെന്നാണ് തോബിത്ത് കരുതിയത്. അതുകൊണ്ട് തോബിത്ത് മരണത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോബിത്ത് ഒരു കാര്യം ഓർത്തത്. തന്റെ നല്ല സമയത്ത് താൻ സമ്പാദിച്ചു വെച്ചേക്കുന്ന കുറച്ച് പണങ്ങൾ തന്റെ സുഹൃത്തിന് സൂക്ഷിക്കുന്നതായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ മകനെ വിട്ട് ആ പണം തിരിച്ചു മേടിക്കാമെന്ന് തോബിത്ത് കരുതി. അതിനായി തന്റെ മകനായ തോബിയാസിനെ തോബിത്തിന്റെ അരികിലേക്ക് വിളിപ്പിച്ചു. തോബിയാസിനോട് തോബിത്ത് കാര്യം അവതരിപ്പിച്ചു. ഞാൻ എൻ്റെ നല്ല സമയത്ത് സമ്പാദിച്ചിട്ടുള്ള കുറച്ച് പണം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അത് പോയി തിരിച്ചു മേടിച്ചുകൊണ്ട് വരണം. നാം ദരിദ്രരാണെന്ന് കരുതി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഒത്തിരിയധികം സമ്പാദ്യങ്ങൾ നൽകും. അതുകൊണ്ട് ഇപ്പോൾ നാം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് തോബിത്ത് തോബിയാസിന് പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രസീത് കൊടുത്തു. കൂടാതെ തോബിത്ത് തോബിയാസിനെ ഒരു കാര്യം കൂടി പറഞ്ഞേൽപ്പിച്ചിരുന്നു. എന്താണെന്നറിയാമോ? നീ ആ പട്ടണത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ ഒരു സുഹൃത്തിനെയും കൊണ്ടുപോകുക. അങ്ങനെ തോബിയാസ് ഒരു സുഹൃത്തിനെ തേടി ആ നഗരത്തിന് ചുറ്റും നടന്നു. ആ നടക്കുന്ന വഴിയിൽ തോബിയാസിന് ഒരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്തിന്റെ പേരാണ് റാഫേൽ. ആ റാഫേൽ ആരാണെന്നറിയാമോ? ദൈവദൂതനായ റഫായേലായിരുന്നു. പക്ഷേ അതാർക്കും മനസ്സിലായില്ല. അങ്ങനെ തോബിയാസും റാഫേലും തോബിത്തിന്റെ അരികിൽ വന്ന് അനുഗ്രഹവും മേടിച്ച് യാത്ര തിരിച്ചു. അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നദീതീരത്തെത്തി വിശ്രമിച്ചു. തോബിയാസ് വളരെയധികം ക്ഷീണിച്ചതുകൊണ്ട് ആ നദിയിലിറങ്ങി കുറച്ചുനേരം കുളിക്കാമെന്ന് കരുതി. അങ്ങനെ തോബിയാസ് ആ നദീതീരത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മത്സ്യം തോബിയാസിന്റെ നേരെ ചാടി. ആ മത്സ്യം തന്നെ വിഴുങ്ങിക്കളയുമോ എന്ന് തോബിയാസ് ഭയപ്പെട്ടു. അപ്പോൾ ഉടനെ നദീതീരത്തു നിന്നും റാഫേൽ വിളിച്ചു പറഞ്ഞു, ആ മത്സ്യത്തെ പിടിക്കുക. ഉടനെ തന്നെ ധൈര്യം സംഭരിച്ച് തോബിയാസ് ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് ഒരൊറ്റയേറ്. അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ ആ മത്സ്യത്തിന് കാവലിരുന്നു. തോബിയാസ് കുളി കഴിഞ്ഞ് നദിക്കരയിലേക്ക് കയറി വന്നപ്പോൾ അവരിരുവരും ആ മത്സ്യത്തെ കഴിക്കുന്നതിനായി അവിടെ കൂടി. അപ്പോൾ റാഫേൽ ദേവദൂതൻ തോബിയാസിനോട് പറഞ്ഞു, ഈ മത്സ്യത്തിന്റെ കരളും ചങ്കും കയ്പുമെടുത്ത് മാറ്റിവെക്കുക. അപ്പോൾ തോബിയാസ് അവനോട് ചോദിച്ചു, അതെന്തിനാണ് മാറ്റിവെക്കുന്നത്? അപ്പോൾ റാഫേൽ തോബിയാസിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പിശാചോ അശുദ്ധാത്മാവോ സ്ത്രീയെയോ
പുരുഷനെയോ ആക്രമിക്കുകയാണെങ്കിൽ ഈ മത്സ്യത്തിന്റെ ചങ്കും കരളും എടുത്ത് പുകച്ചാൽ മതി. ആ ഗന്ധം വരുമ്പോൾ ആ പിശാച് അവരെ വിട്ടുപോയിക്കൊള്ളും. അതുപോലെ തന്നെ തിമിരം ബാധിച്ച കണ്ണിൽ ഈ മത്സ്യത്തിന്റെ കയ്പ് പുരട്ടിയാൽ ആ തിമിരം മാറുകയും ചെയ്തു. അങ്ങനെ റാഫേൽ ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് തോബിയാസ് അത് ചെയ്തു. പിന്നീട് അവർ വീണ്ടും യാത്ര പുറപ്പെട്ടു. തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യവും പൂർത്തിയാക്കി അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ റാഫേൽ തോബിയാസിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള മത്സ്യത്തിന്റെ കയ്പ് നിന്റെ പിതാവിന്റെ കണ്ണിൽ പുരട്ടുക. അപ്പോൾ നിന്റെ പിതാവിന് കണ്ണു ചൊറിയും. അപ്പോൾ തന്റെ കണ്ണിലുള്ള വെള്ളപ്പാട് പൊട്ടുകയും പിതാവിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തോബിയാസ് വീട്ടിലെത്തിയപ്പോൾ തോബിത്തിന്റെ കണ്ണിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മത്സ്യത്തിന്റെ കയ്പ് പുരട്ടി. അപ്പോൾ പിതാവിന് കണ്ണു ചൊറിഞ്ഞു. തോബിത്തിന് തന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തോബിത്ത് പിതാവിനോട് പറഞ്ഞു. പിതാവിന് വളരെയധികം സന്തോഷമായി. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ഏത് മോശ അവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നാം ദരിദ്രരാണ് എന്നുള്ള പേടിയിൽ കഴിയേണ്ടതില്ല. ദൈവം നമുക്ക് സമ്പാദ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. കൂട്ടുകാരെ, പുളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ പുളിമാൻ പറഞ്ഞ കഥ കേൾക്കാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല മെസ്സേജുള്ള കഥയല്ലായിരുന്നു പുള്ളിമാൻ പറഞ്ഞേ? അതേ ആഗ്നസ്, എനിക്കും ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു വിശുദ്ധന്റെ വചനം കേട്ടാലോ? ക്ഷമയാണ് എല്ലാ സുഹൃതങ്ങളുടെയും തായ്വേരും സംരക്ഷകയും. മഹാനായ വിശുദ്ധ ഗിഗ്രി. ഇനി അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ? മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലക്കേ. ആട്ടെ, ഇന്നെന്താ അന്നമോൾ ഈ കാവൽമാലാഖയെ വിളിച്ചത്? അതൊരു സംശയം ചോദിക്കാനാ മലക്കേ. എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? അതൊരു ചെറിയ സംശയം മലക്കേ. അതെന്താണാവോ ആ സംശയം? ഈ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാ മലക്കേ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. എന്താ മലകി ഈ ടെലിഫോണിന്റെ പ്രവർത്തനം? വൈദ്യുത കാന്തിക പ്രേരണ എന്ന പ്രതിഭാസമാണ് ടെലിഫോണിന്റെ പ്രവർത്തനത്തിനു കാരണം. എന്ന് വെച്ചാ, ഒരു കാന്തിക മണ്ഡലത്തിൽ കമ്പിച്ചുരുളുകൾ ചലിക്കുമ്പോൾ അതിനുള്ളിലെ കാന്തിക ബലരേഖകൾക്ക് മാറ്റമുണ്ടാകുന്നു. അതിന്റെ ഫലമായി വിദ്യുത് ചാലക ബലം അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ടെലിഫോൺ സെറ്റിനുള്ളിലെ മൈക്രോഫോണിലൂടെയുള്ള കമ്പിച്ചുരുൾ ഇളകും. എന്നിട്ട് അതോടെ അതിലെ കാന്തിക ബലരേഖകൾക്ക് മാറ്റം ഉണ്ടാകുകയും തന്മൂലം കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ കറണ്ടിനെ ശക്തി കൂട്ടി കമ്പികളിലൂടെ അയക്കും. മറുപുറത്തെത്തുന്ന ഇതേ കറണ്ട് സ്പീക്കർ വഴിയായി ശബ്ദരൂപത്തിലാകുന്നു. ഇതാണ് ടെലിഫോണിന്റെ പ്രവർത്തനം. ഇത്തരം പ്രവർത്തനം ഈ ടെലിഫോണിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാമല്ലായിരുന്നു. അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ച ടെലിഫോണിന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു അന്നമോളെ. എന്തായിരുന്നു മലാക്കേ അത്? ശബ്ദം ഉണ്ടായിരുന്നെങ്കിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു പരിധിയിൽ കൂടുതൽ ദൂരത്തേക്ക് സംസാരിക്കാനും സാധിക്കില്ലായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തേ? പിന്നീട് തോമസ് ആൽവ എഡിസൺ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ടെലിഫോണിനുണ്ടായിരുന്ന കുറവുകളെല്ലാം പരിഹരിച്ചെടുത്തു. ടെലിഫോൺ കണ്ടുപിടിച്ച് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടായത്. ആദ്യകാലത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള ഫോൺ വിളി രസകരമായിരുന്നു അന്നമോളെ. അതെങ്ങനെയായിരുന്നു മലാക്കേ? ഫോൺ വിളിക്കുന്നയാൾ സ്വന്തം നമ്പറും വിളിക്കേണ്ട നമ്പറും എക്സ്ചേഞ്ചിലെ ഓപ്പറേറ്റർക്ക് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് എക്സ്ചേഞ്ചിലെ ജോലിക്കാർ ഫോണുകൾ തമ്മിൽ സ്വിച്ച് ബോർഡ് മുഖേന ബന്ധിപ്പിക്കും. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടി കുറച്ച് സമയമെടുക്കും. ഇത്രയും സമയം ചെലവഴിച്ചാലേ ഉദ്ദേശിക്കുന്ന ആളെ നമുക്ക് ഫോണിൽ കിട്ടൂ. അന്ന് ഫോണിൽ സംസാരിക്കാൻ എന്ത് കഷ്ടപ്പാടായിരുന്നല്ലേ? അതേ അന്നമോളെ,
പണ്ട് എക്സ്ചേഞ്ചിലിരുന്ന് ഫോൺ കണക്ട് ചെയ്തിരുന്ന ആളുടെ സ്ഥാനം ഇന്ന് കമ്പ്യൂട്ടറുകളാ ഏറ്റെടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ മലാഖേ? ഡയൽ ചെയ്ത നിമിഷങ്ങൾക്കകം നമുക്ക് വേണ്ടിയയാളുടെ ഫോണിലേക്ക് കോൾ കണക്ട് ചെയ്ത് തരുന്നത് കമ്പ്യൂട്ടറാ. ആണോ മലാഖേ? അതെ അന്നമോളെ. എങ്കിൽ എന്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബൈ മലാഖേ. ബായ് അന്നമോളെ. ബൈ. എന്നാലും അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് കറക്റ്റാ ആഗ്നസ് പറഞ്ഞത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവാനിയ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പിടിച്ചാലോ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും നമുക്കൊന്ന് കണ്ടാലോ? എന്നിട്ട് അവരൊന്ന് വിഷ് ചെയ്താലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു ഡാൻസ് കണ്ടിട്ട് വന്നാലോ? ആഗ്നസിന് ഇഷ്ടമാണോ ഡാൻസ്? ആണ്. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും പാടുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും പാടുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി
നാഥൻ മലമുകളേറി അന്നു ജീവനെ കുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനെ കുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനെ കുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കൂട്ടുകാരെ, നിങ്ങൾക്കിതുപോലെ ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ആഗ്നസ്? ഓക്കെ, ചോദിച്ചോളൂ. കണ്ണില്ലാത്ത കരയുന്നത് ആരാ? സവോളയാണോ? അല്ല, ഈ മാസമൊക്കെ ആകാശത്ത് വരുന്ന ഒരു സാധനമാണ്. കർമേഘമാണോ? അതെ, കറക്റ്റ് ഉത്തരം. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം. ഗോവ. കറക്റ്റ് ഉത്തരം. ഇവാനിയ ഗോവയിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഇനി അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ? ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും ഇന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും ഇന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും ഇമ്മിഴി നീരുമാക്കാനണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും ഇന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഇന്നാത്മാവിലെ ചുടുനിടുവീർപ്പുകൾ എല്ലാം ആനന്ദമായിന്നും മാറ്റുന്നവൻ. എന്നകതാരിലേറും മുറിപ്പാടുകൾ മൃദു സ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ. അവൻ കരുണാമയൻ എൻ പരിപാലകൻ. എന്നെ അലിവോടെ കാക്കുമെന്നീശോ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും ഇന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും ഇൻമിഴി നീരുമാക്കാനണയുന്നവൻ.
എന്നും സ്നേഹത്തിൻ തണലേകിയാണ് എന്നവൻ. എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചുളയിൽ എന്നും തെളിനീരു നൽകാനാണ് ഇന്നവൻ. അവൻ മമനായകൻ, എൻ വഴിയായവൻ, എന്നെ തലിയോടെ കാക്കുമെന്നീശോ. എങ്കിൽ ഇന്ന് കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളും ഉണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും